എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എല്ലാ മനുഷ്യരെയും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആരും വിശ്വസിക്കണ്ട. ഇന്ന് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതുന്ന ആളുകളുണ്ട്. മദർ തെരേസ സ്വർഗത്തിലാണെന്ന് പറയുന്നവരുണ്ട്. രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വർഗത്തിലാണെന്ന് പറയുന്നവരുണ്ട്. ആര് സ്വർഗത്തിൽ പോകുമെന്ന് നമ്മളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ സ്വർഗത്തിൽ പോകുന്നതുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിക്കുന്ന സഹാബികളോട് ഏഴാകാശങ്ങളുടെ മുകളിൽ നിന്ന് അല്ലാഹുവിന്റെ സന്ദേശം വരാറ് ഒരക്ഷരം പോലും ഉരിയാടാത്ത മഹാനായ ശാരിയെ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പോലും പറഞ്ഞിട്ടില്ല ആര് സ്വർഗത്തിലാണ്. അല്ലാഹു പറയാത്ത ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സ്വർഗം കൊടുക്കാൻ നബിതങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് സർവ്വ ആളുകളെയും കൊണ്ടുപോകുമെന്നുള്ള ധാരണ മാറ്റി വെക്കണം. അല്ലാഹു പറയുന്നു ചില ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ലാക്കിന് പക്ഷേ അല്ലദീന തഖവ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ, ആ ഭക്തിയുള്ള ഖുശൂഉള്ള ഖുളൂഉള്ള പടച്ചവനെ പേടിയുള്ള ആളുകൾ, അവരെ അല്ലാഹു തആല നാളെ കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ മനോഹരമായ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു പറയുന്നു ഖാലിദീന ഫീഹാ, അവരെ ഒരിക്കൽ പോലും അവിടെ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരില്ല. എന്താണോ കൊതിക്കുന്നത് അതെല്ലാം പടച്ചവനെ മുന്നിലെത്തിച്ചു കൊടുക്കുകയാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പടച്ചവനെ മുന്നിലെത്തിച്ചു കൊടുക്കുകയാ. എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അല്ലാഹു കൊടുക്കുമ്പോ ഒരു ദിവസം അല്ലാഹു ഹാജരാവുകയാ. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ സമയത്താണ് സ്വർഗവാസികൾ പടച്ചവനോട് പറയുന്നത്, സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവനും തസ്നീമാണ്, സൽസബീലാണ്. നമ്മുടെ ചിന്തകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പമുള്ള ഭക്ഷണമാണ്, മനോഹരമായ രുചിക്കൂട്ടുകളുള്ള വർണ്ണനിറങ്ങളുള്ള ഭക്ഷണമാണ്, കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളാ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അല്ലാഹു ഇതെല്ലാം നമുക്കങ്ങ് തന്നതിന് ശേഷം അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? നമ്മൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കെന്തെന്നറിയോ? ഇനി എന്താ പടച്ചവനെ നമുക്ക് വേണ്ടത്? എല്ലാം കിട്ടിയല്ലോ, സർവ്വതും ഞങ്ങൾക്ക് കിട്ടിയല്ലോ. അല്ലാഹു വീണ്ടും ചോദിക്കുന്നു, ഇനി നിങ്ങൾക്കൊന്നും വേണ്ടേ? വേണ്ട പടച്ചവനെ, എന്താ ഇനി തരാനുള്ളത്? അത് പറ. ആ സമയത്താണ് ഫയുക്ഷഫുൽ ഹിജാബ്, അതാ മറയങ്ങ് മാറ്റുകയാ. ആ മറ അല്ലാഹു നമ്മുടെയും പടച്ചവന്റെയും ഇടയിലുള്ള മറയങ്ങ് മാറ്റുമ്പോ, ആ കർട്ടനങ്ങ് ഉയർത്തുമ്പോ, ആ തിരശീലയങ്ങ് മാറ്റുമ്പോ ഫഇദർ റബ്ബു, പടച്ചവനെ നമുക്ക് കാണാം. 14 രാവിന്റെ പൗർണമിയെ പോലെ പടച്ചവനെ നമുക്ക് നാളെ കാണാൻ കഴിയും. ഏതൊരു റബ്ബിന് വേണ്ടിയാണ് പെങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചത്? ഏതൊരു പടച്ചവന്റെ മുന്നിലാ നീ ഓച്ചാനിച്ചു നിന്നത്? ഏതൊരു തമ്പുരാന് വേണ്ടിയിട്ടാണ് നീ പട്ടിണി കിടന്നത്? ഏതൊരു തമ്പുരാന് വേണ്ടിയാണ് നീ സദക്കകൾ കൊടുത്തത്, സൽക്കർമ്മങ്ങൾ ചെയ്തത്? ഏതൊരു പടച്ചവന്റെ പേരിലാണ് നീ തീവ്രവാദി എന്ന പേര് കേട്ടത്? ആ സന്ദർഭത്തിൽ പടച്ചവനെ അങ്ങ് കാണാനുള്ള ഭാഗ്യമല്ല തരുമ്പോ ആ പടച്ചവനെ നേരിട്ട് നമ്മൾ കാണുകയാണ്. 14 രാവിന്റെ പൗർണമി നിലാവുള്ള രാത്രിയില് ഹിലാല് വലുതായി ബദറായി, ബദർ വലുതായ കമറാകുമ്പോ ആ കമറെന്ന ഉറട്ടിയുടെ വലിപ്പമുള്ള പൂർണ്ണ ചന്ദ്രൻ നമ്മൾ അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? ചാപ്പിനാങ്കുളത്ത് നിന്നാലും കാണാ, ചമ്മനത്തോപ്പിൽ നിന്നാലും കാണാ, ചാത്തന്നൂര് നിന്നാലും കാണാ, എവിടെ നിന്നാലും നമുക്ക് 14 രാവിന്റെ പൗർണമിയെ കാണാ. ആ പൗർണമിയെ നമ്മൾ എങ്ങനാണോ തിക്കും തിരക്കുമില്ലാതെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത്, അതേപോലെ നാളെ പടച്ചവനെ കാണാൻ പറ്റുമെന്ന് ആരംഭപ്പൂവേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, അതുവരെ അല്ലാഹു തആല കൊടുത്തതിന്റെ പേരെന്താണ്? അത് അല്ലാഹു തന്നെ പറയട്ടെ, ഖാലിദീന ഫീഹാ. അതുവരെ കൊടുത്ത സകല സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളുടെ പർദീസയും നുസുലം മിൻ ഇൻദില്ലാ, പടച്ചവന്റെ ഒരു സൽക്കാരം മാത്രമാണ്.
അള്ളാന്റെ ഒരു സൽക്കാരം മാത്രമാണ്. പടച്ചവനെ, ഞങ്ങള് മരിക്കുമ്പോൾ എങ്ങനെയാണ് മരിക്കേണ്ടത്? റസൂലുള്ളാഹി മരിച്ചതുപോലെ, ശൈഖ് റിഫായി തങ്ങൾ മരിച്ചതുപോലെ, അബുൽ ഹസൻ തങ്ങൾ മരിച്ചതുപോലെ, അഹ്മദുൽ ബദവി തങ്ങൾ മരിച്ചതുപോലെ, ദസൂഖി തങ്ങൾ മരിച്ചതുപോലെ, അല്ലാഹുവേ അബ്റാരിങ്ങളെ പോലെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് മരണം നീ തരുമല്ലോ. ആ മരണം ഞങ്ങൾക്ക് വേണ്ടത് അബ്റാരിങ്ങളുടെ മരണമാണ്. പുണ്യാത്മാക്കള് മരിച്ചതുപോലെ ഞങ്ങൾ മരിക്കണമെന്നാണ്. പുണ്യാത്മാക്കൾ മരിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് ഭൗതിക ലോകത്തോട് താല്പര്യമൊന്നുമില്ല. അവർക്ക് ആകാശ ലോകത്തിനേക്കപ്പുറത്ത് പടച്ചവന്റെ പരലോക യാത്രയിൽ അവിടത്തെ സംബന്ധിച്ച് യാതൊരുവിധ ഭയവുമില്ല. ഈ ദുനിയാവിൽ അവർ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യ സന്താനങ്ങളെ പറ്റി യാതൊരു സങ്കടങ്ങളുമില്ല. ഇതായിരുന്നു അബ്റാരിങ്ങളുടെ മരണം. അതുകൊണ്ടല്ലേ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു കാണാൻ സുന്ദരനാണോ ബിലാൽ? നമ്മുടെ ഈ ഹൈവേയിൽ ഇരിക്കുന്ന ടാറിന്റെ കളർ ഉണ്ടല്ലോ, ആ കളറിനേക്കാൾ കറുത്ത കരിവാളിച്ച മുഖമാണ് സയ്യിദുനാ ബിലാൽ. ചുണ്ടിങ്ങനെ തടിച്ച് തൂങ്ങി കിടക്കുകയാണ് ബിലാൽ. മൂക്കിങ്ങനെ വലിയ രീതിയിലുള്ള മുളക് പോലെ, ഒരു വലിയ മുളക് പോലെ, കത്തിരിക്ക പോലെ മൂക്കിങ്ങനെ പരന്നു കിടക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തലമുടി ഇങ്ങനെ സ്പ്രിങ് പോലെ ചുരുണ്ട് കിടക്കുകയാണ്. കാണാൻ യാതൊരു സൗന്ദര്യമില്ലെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, കറുപ്പിന്റെ വലിയ ഒരു ഒഴുക്കാണ് മുഖത്ത് കാണാൻ കഴിയുന്നത്. ആ നിലയിൽ കരിക്കട്ട പോലെ കറുത്തുപോയ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഇടയത്തിന്റെ ഉള്ളറകളിലെ പടച്ചവൻ കൊടുത്തത് വെളുത്ത വെള്ളാരം കല്ലിനേക്കാ പ്രഭയായിരുന്നു. ഇന്ന് ശരീരം വെളുത്തിരിക്കും, പക്ഷേ കൽബ് കറുത്തിട്ടാണ്. ഓരോ ബിലാൽ തങ്ങളുടെ ശരീരം കറുപ്പാണ്, കൽബ് വെളുപ്പാണ്. ബിലാൽ തങ്ങൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴല്ലേ അസ്രായീൽ കടന്നു വരാ ഏതാനും സെക്കൻഡുകൾ ബാക്കിയാകുമ്പോ തന്റെ പ്രാണപ്രേയസി, തന്റെ ജീവനായ രാജകുമാരി തന്റെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് തലയിൽ കൈവച്ച് വിളിക്കുകയാണ്, വാഹുസുനാ, എന്റെ പ്രിയതമനെ, നിങ്ങൾ മരിക്കാൻ പോവുകയാണോ? സഹിക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് താങ്ങാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങയുടെ വിയോഗം എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ച് വാഹുസുനാ, എന്റെ ദുഃഖമേ എന്ന് വിളിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് വിളിച്ചതെന്തെന്നറിയോ? വാ തുർബോ, എന്റെ സന്തോഷമേ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ഭാര്യ ഒരു ഭാഗത്ത് വിളിക്കുന്നതിന്റെ ദുഃഖമേ സഹിക്കാൻ കഴിയുന്നില്ല. മരണക്കിടക്കയിൽ കിടക്കുന്ന ബിലാൽ തങ്ങൾ പറയുന്നു, സന്തോഷമേ എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുകയാ, എനിക്ക് വല്ലാത്ത ആനന്ദമാണ്, ആഹ്ലാദമാണ്, നിർവൃതിയാണ്. ഭാര്യ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തു പറ്റി? എന്റെ അടുക്കൽ നിന്ന് പോകാൻ നിങ്ങൾക്ക് വലിയ സന്തോഷമാണോ? ആ സമയത്ത് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു കാരുണ്യത്തിന്റെ കേദാരത്തിനെ ഉറക്കത്തിൽ നിന്ന് വെടിച്ചുണർത്തിയിട്ട് സലാത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയ, പുണ്യ നമസ്കാരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയ, പിന്നീട് ഒരിക്കൽ പരിശുദ്ധമായ ബാങ്ക് വിളിക്കുമ്പോ മുത്തിന്റെ പേര് കേട്ട സന്ദർഭത്തിലെ ബോധം കെട്ട് മോഹാലസപ്പെട്ട് മക്കയിൽ വീണുപോയ സയ്യിദുനാ ബിലാൽ റബാഹ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞതെന്തെന്നറിയോ? പിന്നെ അദൻ അൽകാ മുഹമ്മദൻ വഅസ്ഹാബാ, അടുത്ത സെക്കൻഡ് ഞാൻ അങ്ങ് മരിച്ചാൽ എനിക്ക് എന്റെ മുത്തുനബിയെ കാണാമല്ലോ. ചാത്തിനാകുളത്തെ ചന്ദനത്തോപ്പിലും പരിസര പ്രദേശങ്ങളിലും പ്രിയാപ്രായമുള്ള വാപ്പ മരണക്കിടക്കയിലെ കിടക്കുമ്പോ എന്തിന് പെങ്ങളെ സങ്കടപ്പെടണം? എന്തിന് സഹോദരാ സങ്കടത്തിലാകണം? ആര് മരിച്ചാലും നമ്മുടെ മനസ്സിൽ എന്തിന് സങ്കടം? അവര് സുഹൃതവാന്മാരാണെങ്കിൽ, അവര് പുണ്യാത്മാക്കളാണെങ്കിൽ, പുണ്യവാന്മാരാണെങ്കിൽ, മുഹമ്മദൻ വഅസ്ഹാബാ, അടുത്ത സെക്കൻഡിൽ അള്ളാന്റെ ഹബീബിനെ കാണാമല്ലോ, അടുത്ത നിമിഷം മുത്തുനബിയെ കാണാമല്ലോ. മരിക്കുന്ന സെക്കൻഡുകൾക്കകം റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമെന്ന് ആത്മീയമായ ചിന്തയിലൂടെ കടന്നുപോയ നല്ല മരണം കിട്ടിയവരാണ് അബ്റാരിങ്ങൾ. ആ മരണമാണ് നമുക്ക് വേണ്ടത്, ആ മരണമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മരിക്കുന്നെങ്കിലും മരിക്കേണ്ടത് വതവഫനാ മഅൽ അബ്റാർ, പടച്ചവനെ നീ അബ്റാറിങ്ങളെ പോലെ എന്നെ മരിപ്പിക്കണേ അല്ലാ. അത് വല്ലാത്തൊരു മരണമാണ്.
അതുകൊണ്ട് ഈ ഗൗസുൽ ആലം തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നല്ല മരണം കിട്ടണം. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറയാറുള്ളത്, നമ്മളോട് തന്നെ പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഇങ്ങനെ എല്ലാ വർഷവും ബിരിയാണി കഴിച്ച് എല്ലാ കൊല്ലവും നമ്മൾ ഇങ്ങനെ നേർച്ച നടത്തിയിട്ട് എവിടെയോ കിടന്ന് മരിച്ച് അവസാനം ആ മരണത്തിന്റെ പേരിൽ ലോകത്ത് പിന്നെ ഒരിക്കലും അറിയപ്പെടാതെ പോകുന്ന, ജീവിതത്തിൽ അറിയപ്പെടുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോ സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ എല്ലാവരും ഓടി വരും, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അറിയപ്പെടുന്ന വലിയ വലിയ ആളുകൾ പാലഭിഷേകം നടത്തി അവരുടെ രൂപങ്ങളുടെ മേൽ അവരുടെ ഫോട്ടോ പതിപ്പിച്ച വലിയ വലിയ ഫ്ലക്സ് ബോർഡുകളിൽ പാലഭിഷേകം നടത്തിയവർ തന്നെ പിന്നീട് ചാണകവെള്ളം തളിച്ചത് കേരളത്തിന്റെ ചരിത്രമാണ്. ഫാൻസ് അസോസിയേഷന്റെ പേരിലെ സെലിബ്രിറ്റികളായി കഴിയുന്ന കുറെ ആളുകൾ, അവരെ പിന്നീട് കൈകാര്യം ചെയ്യുന്നത് അതേ ഫാൻസുകാർ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ അറിയപ്പെടണം. ഗൗസുൽ ആലം റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോ മരണശേഷം നമ്മൾ അറിയപ്പെടണം. അതിന് നമുക്ക് നല്ലൊരു മരണം കിട്ടണം. ആ മരണം അബ്റാരിങ്ങളുടെ മരണമാണ്. അള്ളാഹു നമുക്ക് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല മരണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മരണം അള്ളാഹു തരട്ടെ, നല്ല ഉദ്യോഗം അള്ളാഹു തരട്ടെ. അതിന് ഉറക്കെ ആമീൻ പറയും. ഇഷ്ടംപോലെ പൈസ അള്ളാഹു തരട്ടെ. അതിലെല്ലാവർക്കും ആമീനുണ്ട്. നല്ല മരണമാണ് നമുക്ക് വേണ്ടത്. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല മരണം നമുക്ക് ഉണ്ടാകണം. ആ മരണം നമുക്കുണ്ടായാൽ ആ മരണത്തിലൂടെ പടച്ച തമ്പുരാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് രണ്ടാമത്തെ കാര്യം. ആ രണ്ടാമത്തെ കാര്യം ഏതാണ്? പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ അബ്റാർ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ കാര്യമേതെന്നറിയോ? അള്ളാഹ് പറയുകയാണ്, മരണശേഷം നമ്മുടെ റൂഹ് പോകേണ്ടത് എവിടെയാണ്? മരണശേഷം നമ്മുടെ റൂഹ് പോകേണ്ടത് എവിടെയാണ്? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുൽ മുഖറബൂൻ. സഹോദരങ്ങളെ, രണ്ടാമത് ഈ വിഭാഗത്തെ പറ്റി അല്ലാഹു പറഞ്ഞത് എവിടെയെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്തും മുത്തഫിഫീനിലാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അങ്ങനെ അബ്റാരിങ്ങളുടെ മരണം കിട്ടിയിട്ട് റൂഹ് യാത്രയാകുന്നത് എവിടേക്കെന്നറിയോ? എവിടെയാണ് നമ്മുടെ റൂഹ് പോകേണ്ടത്? 7 ഭൂമിയുടെ അടിത്തട്ടാകുന്ന സിജ്ജീനിലേക്കല്ല. അവിടെ പോകുന്ന റൂഹുകൾ കുഫാറുകളുടെ റൂഹാണ്. അവിടെ പോകുന്നത് സത്യനിഷേധികളുടെ റൂഹാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചിട്ട് നന്ദികേട് കാണിക്കുന്ന ധിക്കാരികളുടെ ആത്മാക്കളാണ് 7 ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ അബ്റാരികളായ ഉന്നതന്മാരായ പുണ്യാത്മാക്കള് ഗൗസുൽ ആലമിനെ പോലുള്ള മഹത്തുക്കളുടെ റൂഹ് പോകുന്നത് എവിടെയാണെന്ന് ഖുർആൻ സൂറത്തു തത്ഫീഫിൽ അല്ലാഹ് പരിചയപ്പെടുത്തുകയാ. ആ റൂഹ് പോകുന്ന പ്രദേശമേതാണ്? അള്ളാഹു ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാ നമ്മോടത് സംസാരിക്കുന്നത്. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ എന്ന് പറയുന്ന 7 ആകാശങ്ങളുടെ മുകളിലേക്കുള്ള ഭാഗത്താണ് അള്ളാഹുവിന്റെ പുണ്യാത്മാക്കളുടെ റൂഹ് പോകുന്നത്. കല്യാണങ്ങൾ ചിന്തിച്ചതുപോലെ അല്ലടോ. പലരും പറഞ്ഞല്ലോ മഹാത്മാക്കളെ പറ്റി മോശം പറയുന്നല്ലോ. അല്ലാഹ് പറയുന്നു, കല്ലാ, കാര്യങ്ങൾ അങ്ങനെ അല്ലടാ. ഇന്ന കിതാബൽ അബ്റാരി ലഫീ അബ്റാരിങ്ങളുടെ ആത്മാവ് പോകുന്നത് എവിടെയാണെന്നറിയോ? അത് ഇല്ലീൻ എന്ന് പറയുന്ന പ്രദേശത്താണ് പോകുന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ചാത്തിനാങ്കുളത്തുകാരോട് പടച്ചവൻ ചോദിക്കുകയാ, എന്താ ഇല്ലീൻ എന്ന് നിങ്ങൾക്കറിയോ? എന്താ ഇല്ലീൻ എന്ന് നിങ്ങൾക്കറിയോ? എന്നിട്ട് അല്ലാഹു തന്നെ മറുപടി പറയുകയാണ്, കിതാബും എഴുതപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. 7 യശ്ഹദുൽ മുഖറബൂൻ
മുഖറബീങ്ങളായ പടച്ചവന്റെ മാലാകമാര് മാത്രം അടുത്തു വരുന്ന, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവര് മാത്രം സമീപിക്കുന്ന ഒരു രേഖയാണ്. ആ രേഖയുടെ സമീപത്തേക്ക് വരുന്നത് മുഖറബീങ്ങൾ മാത്രമാണ്. അള്ളാന്റെ പ്രിയപ്പെട്ടവര് മാത്രമാണ് അവിടെ എത്തിച്ചേരുക. ഏഴാകാശങ്ങളുടെ മുകളിലാണ് നമ്മുടെ റൂഹ് പോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആദരണീയനായ എന്റെ ശൈഖുനായ എന്നെ ഞാനാക്കി മാറ്റിയ, ഇന്ന് ഞാൻ ഏതൊരു വേദിയിൽ കയറി പ്രസംഗിക്കുന്നുണ്ടോ അതിന്റെ പിന്നിൽ പ്രാർത്ഥന കൊണ്ട്, ഇൽമ കൊണ്ട്, അദബ് കൊണ്ട് എന്നെ ഞാനാക്കി മാറ്റിയ ശൈഖുനാ ശൈഖുൽ ഹദീസ് കുളപ്പുറം ബീരാൻകുട്ടി ഹളറത്ത്, അള്ളാഹു അവിടത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടത്തെ ഖബറിനെ അള്ളാഹു വിശാലമാക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വളരെ 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 മെലിഞ്ഞൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു. ഒരു ഉസ്താദാൻ, കാര്യപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം, നല്ല ആകാര സൗട്ടവമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ചോദിച്ചു, മെലിഞ്ഞ് ഒരു പെൻസിൽ പോലെ കുറഞ്ഞ ഭക്ഷണം കഴിച്ച് ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത ആ വയസ്സ്, ആ ആയുസ് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി മാറ്റിവെച്ച 12 ഭാഷകളിൽ പരിശുദ്ധമായ ദീനിന്റെ എല്ലാ മേഖലകളിലും ദഅവത്ത് നടത്താൻ അല്ലാഹു തആല മഹാഭാഗ്യം നൽകിയ ശൈഖുൽ ഹദീസായി ജാമിഅ മന്നാനിയ സർവകലാശാലയിൽ നീണ്ട 13 വർഷക്കാലം സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി ഹളറത്ത്, അല്ലാഹു അവിടത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ചായയിൽ വീണു പോകരുത്. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നിട്ട് ഒരു വലിയ മനുഷ്യൻ, വലിയ പണ്ഡിതൻ, ഇൽമ കൊണ്ട് പാണ്ഡിത്യമുണ്ട്, വലിയ ആളാണ്, ശരീരം കൊണ്ടും വലിയ ആളാണ്. അങ്ങനെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, ആരോഗ്യമൊക്കെ വേണ്ടേ? ഇങ്ങനെ പെൻസിൽ പോലെ ഇരുന്നാ മതിയോ? വലതും കഴിക്കണ്ടേ? രാവിലെ ഒരു ചപ്പാത്തി, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞത്, കുഴിയിലോട്ട് കൊണ്ടുപോകാനുള്ളത് അങ്ങനെ ഇരുന്നോട്ടെ, മേപ്പോട്ട് പോകാനുള്ളതിന് ഭക്ഷണം കൊടുത്താ പോരെ എന്നാണ്. അതേതായിരുന്നു? നമ്മുടെ ശരീരത്തിന് എന്താഹാരം? മന്തി. തിരുവനന്തപുരം അതിനേക്കാൾ കെങ്കേമമായി ഫാസ്റ്റ് ഫുഡിൽ ഏറ്റവും നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാനത്തിൽ നമ്പർ 1 KL01 തിരുവനന്തപുരമാണ്. ഭക്ഷണത്തിൽ നിന്ന് നമ്പർ 1 അത് കൊല്ലമാണ്. കിട്ടാത്ത ഭക്ഷണങ്ങളില്ല, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്. പക്ഷെ റൂഹിന്റെ ഭക്ഷണം ഏതാണെന്ന്, കെട്ടിയവന്റെ ഭക്ഷണം ഏതാ ഇഷ്ടപ്പെട്ടത് അതെല്ലാ ഭാര്യമാർക്കും അറിയാം. കെട്ടിയോക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് അതെല്ലാ ഭർത്താക്കന്മാർക്കും അറിയാം. മക്കൾക്ക് ഏതാ പ്രിയങ്കരമായ ഭക്ഷണം അതെല്ലാ മാതാപിതാക്കൾക്കും അറിയാം. ഉസ്താദിന് എന്താ പ്രിയപ്പെട്ട ഭക്ഷണം ശിഷ്യന്മാർക്കറിയാം. ശിഷ്യന്മാർക്ക് എന്താ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉസ്താദുമാർക്കും അറിയാം. എല്ലാവർക്കും പരസ്പരം അറിയാൻ കഴിയുന്നു ഭക്ഷണം. പക്ഷേ ഏതാണ് റൂഹിന്റെ ഭക്ഷണം? ഈ സരസിരിക്കുന്ന നിങ്ങൾ കൈവെക്കാനും കാലുവെക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കണം, സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്, എന്റെ റൂഹിന്റെ ഭക്ഷണം ഏതാ? ആ ഭക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ടോ? ആ ഭക്ഷണം ഞാൻ എന്റെ ആത്മാവിന് കൊടുത്തിട്ടുണ്ടോ? ഈ റൂഹ് മെലിഞ്ഞ് 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 ഒരു പെൻസിൽ പോലെ ആയിട്ടുണ്ടാവും. നമ്മൾ തടിച്ച് 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 കൊഴുത്ത് ഇങ്ങനെ വണ്ണിച്ചിരിക്കുകയാണ്. നമ്മുടെ റൂഹോ മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞൊരു പെൻസിൽ പോലെ ആയിട്ടുണ്ടാവും. എന്നാൽ ബഹുമാനപ്പെട്ട മുഖറബീങ്ങളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അബ്റാറുകൾ എങ്ങനെയായിരുന്നെന്നറിയോ? അവര് ശരീരം കൊണ്ട് മെലിഞ്ഞാലും അവർക്ക് പ്രശ്നമല്ല, അവരുടെ റൂഹിന് അവർക്ക് മതിയായ ഭക്ഷണം കൊടുക്കുമായിരുന്നു. റൂഹിന്റെ ഭക്ഷണം ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയാണ്. അള്ളാഹുവിന്റെ സ്മരണയാണ്. അതിലാകണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമ്മുടെ റൂഹ് നാളെ പോകുന്നത് എവിടെയാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ യശ്ഹദുൽ മുഖറബൂൻ, മുഖറബീങ്ങൾ മാത്രം വരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ സപ്തവാനങ്ങൾക്ക് മുകളിലുള്ള ഇല്ലിയീൻ എന്ന് പറയുന്ന പ്രദേശത്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അബ്റാറുകളായ പുണ്യവാന്മാരായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ റൂഹുകൾ പോകുന്നത്. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സ്വർഗലോകം. ആ സമ്മാനമാകുന്ന സ്വർഗലോകത്തേക്ക് അവരെ ആനയിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? അവിടെയാണ് മൂന്നാമതായിട്ട് ഖുർആന് പരിചയപ്പെടുത്തിയത്. അവിടെയാണ് അബ്റാർ എന്ന പദം മൂന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞത്. സൂറത്തു ആലി ഇംറാനിൽ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്, ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ
النار خالدين فيها نزلا من عند الله وما عند الله خير للأبرار. മൂന്നാമതാകട്ടെ അബ്റാർ എന്ന് പറയുന്ന പദം അല്ലാഹു പറഞ്ഞത് അവിടെയാണ്. അവരെ നേരെ ആനയിച്ചു കൊണ്ടുപോകുന്ന സ്വർഗമുണ്ടല്ലോ. എന്തിനാ സ്വർഗത്തിൽ കുറവുള്ളത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നാശമായ നിരീശ്വരവാദി യുക്തിവാദികൾ പറയുന്നത് സ്വർഗമില്ല, ഹൂറികളില്ല, സ്വർഗത്തിന്റെ തോപ്പുകളില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുമ്പോ ആരെന്ത് പറഞ്ഞാലും അള്ളാന്റെ വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹത്തിന്റെ പ്രിയപ്പെട്ട അനുയായികൾ, ആ സമൂഹത്തിന്റെ ഓരോ ആളുകളുടെയും ഉള്ളറകളിലുള്ള വിശ്വാസം എന്താണ്? അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ യാതൊരു കുറവുമില്ല. അവിടെ തസ്നീമുണ്ട്, സൽസബീലുണ്ട്, കള്ളാറുണ്ട്, പാലാറുണ്ട്, തേനാറുണ്ട്. അവിടെ ഹൂർലിങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അടിവാരത്ത് അരുവി ഒഴുകുന്ന ആരാമങ്ങളുണ്ട്, കളകളാരവം മുടങ്ങി ഒഴുകുന്ന അരുവികളുള്ള തോട്ടങ്ങളുണ്ട്. ഇതെല്ലാം പടച്ചതമ്പുരാ തയ്യാറാക്കി വെക്കുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് അവരെ ആനയിക്കുന്നതിന്റെ ആ ഒരു സൽക്കാരത്തിനെ പറ്റി ഖുർആൻ പറയുകയാണ്. അല്ലദീന തഖവ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നുസുലം മിൻ ഇൻദില്ലാഹ്.